നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമന സ്തംഭനം. സർക്കാരിനെതിരെ സമരവുമായി എഐവൈഎഫ് പ്രവർത്തകർ PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് ഉത്തരമില്ലാതാകുമ്പോൾ മനുഷ്യൻ മിത്തുകൾ തേടിപ്പോകുന്നുവെന്ന് കഥാകൃത്ത് N. പ്രഭാകരൻ. കൈരളി പുസ്തകമേളയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കം. അംബികാസുധൻ മാങ്ങാടിന്റെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് മുള്ളേരിയ ശാഖയിൽ കവർച്ചാശ്രമം. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള സഹവാസ ക്യാമ്പ് നിറച്ചാർത്തിന് പള്ളിക്കര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ തുടക്കം. നാട്ടുതനിമയും സംസ്കൃതിയും അരങ്ങിലെത്തി. കാലിച്ചാമരത്ത് അരങ്ങേറിയ ചിലമ്പൊലി 2016 ശ്രദ്ധേയമായി. കാൽപന്തുരുട്ടിയ മൈതാനത്തിൽ വീണ്ടും മുഹമ്മദ് റാഫി എത്തി. കോസ്മോസ് 7 ഫുട്ബോൾ നടക്കുന്ന നീലേശ്വരം രാജാ സ്റ്റേഡിയത്തിൽ ഉജ്ജ്വല വരവേൽപ്പ്. വാർത്തകൾ വിശദമായി. നിയമന സ്തംഭനത്തിനെതിരെ എഐവൈഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് PSC ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. PSC നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുക, കരാർവൽക്കരണം അവസാനിപ്പിക്കുക, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത വകുപ്പ് മേധാവികൾക്കെതിരെ നടപടി സ്വീകരിക്കുക, ഡിസംബർ 31-ന് 3 വർഷം തികയുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എഐവൈഎഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ജില്ലാ സെക്രട്ടറി മുകേഷ് ബാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ജില്ലാ PSC ഓഫീസിലേക്ക് മാർച്ചും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വലിയ ബഹുജന യുവജന റാലിയും സംഘടിപ്പിച്ചുകൊണ്ടാണ് എഐവൈഎഫ് ഈ മുദ്രാവാക്യങ്ങൾ ജനങ്ങളോട് പറയുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പല PSC നിയമനങ്ങളും ഈ സംസ്ഥാനത്തും ജില്ലയിലും കൊച്ചിനേക്കാൾ വേഗത കുറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിയമനങ്ങൾ നടത്തുന്നത്. ജില്ലാ പ്രസിഡന്റ് ബിജു ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം V. രാജൻ, സനോജ് കാടകം, ധനീഷ് ബിരുക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കും വിഷമങ്ങൾക്കും ഉത്തരമില്ലാതാകുമ്പോഴാണ് മനുഷ്യൻ മിത്തുകളും തെയ്യങ്ങളും ഉണ്ടാക്കിയതെന്ന് കഥാകൃത്ത് N. പ്രഭാകരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് കൈരളി പുസ്തകമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈരളി ബുക്സ് പുസ്തകമേളയോടനുബന്ധിച്ച് കഥാകൃത്ത് അംബികാസുധൻ മാങ്ങാട് രചിച്ച 3 പുസ്തകങ്ങൾ കഥാകൃത്ത് N. പ്രഭാകരൻ പ്രകാശനം ചെയ്തു. മലയാളിക്ക് പ്രത്യേക സ്വത്വമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് കഥാകൃത്ത് N. പ്രഭാകരൻ പറഞ്ഞു. എന്നാൽ കേരളം പണ്ട് മുതലേ സാംസ്കാരിക സംസ്കരണത്തിനും അധിനിവേശത്തിനും സാധ്യതയുള്ള പ്രദേശമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളി സ്വത്വം എന്നത് ഒരു മിഥ്യാസങ്കല്പം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര മേഖല ഫോക്കൽ ഏരിയ കേന്ദ്ര മേഖല എന്ന നിലയിൽ വളവട്ടംപുഴക്കും പെരുമ്പപ്പുഴക്കും ഇടയിലുള്ള സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പെരുമ്പപ്പുഴയ്ക്ക് ഇപ്പുറമുള്ള സ്ഥലം കാസർഗോഡ് ജില്ല മുഴുവനായിട്ടും ഉൾക്കൊള്ളുന്ന പ്രദേശം കൂടി വരുന്നയിടം മൊത്തത്തിൽ അത്യുത്തര കേരളം എന്നും പറയാം. ഈ അത്യുത്തര കേരളം കേരളത്തിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ
ഏറ്റവും പ്രബലമായ, ഏറ്റവും ശ്രദ്ധേയമായ പല അംശങ്ങളെയും പരീക്ഷിച്ചു വരുന്ന ഒരു പ്രദേശമാണ്. ചടങ്ങിൽ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് എഴുതിയ തെയ്യം കഥകൾ, പൊട്ടിയമ്മ തെയ്യം എന്നീ പുസ്തകങ്ങൾ ഡോക്ടർ ലിസി മാത്യു ഏറ്റുവാങ്ങി. അദ്ദേഹം എഡിറ്റ് ചെയ്ത വയനാട്ടുകുലവൻ, മലയാളത്തിലെ തെയ്യം കഥകൾ എന്നീ പുസ്തകങ്ങൾ കഥാകൃത്ത് EV പ്രവീൺ, നാടൻ കലാ ഗവേഷകൻ KV കണ്ണൻ എന്നിവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ EP രാജഗോപാലൻ അധ്യക്ഷനായി. ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് മുള്ളേരിയ ശാഖ ഓഫീസിന്റെ ജനൽ ഗ്രിൽസ് തകർത്ത് കവർച്ചാശ്രമം. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ബാങ്ക് കെട്ടിടത്തിന്റെ ജനലിലെ ഗ്രിൽസ് മുറിച്ച് അകത്തു കടന്ന മോഷ്ടാവ് പണം സൂക്ഷിച്ചിരുന്ന ലോക്കർ തകർക്കാൻ ശ്രമം നടത്തുകയായിരുന്നു. ശബ്ദം കേട്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ ബാങ്കിനകത്ത് ചെന്നപ്പോൾ കവർച്ചാശ്രമം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞെത്തിയ ആദൂർ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബാങ്കിലെത്തി നടത്തിയ പരിശോധനയിൽ മോഷണം പോയിട്ടില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്തു. മുള്ളേരിയയിലെ ബാങ്ക് കവർച്ചാശ്രമം ജനങ്ങളിൽ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള സഹവാസ ക്യാമ്പിന് തുടക്കമായി. നിറച്ചാർത്ത് എന്ന പേരിൽ പള്ളിക്കര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സഹവാസ ക്യാമ്പ് നിറച്ചാർത്ത് സംഘടിപ്പിച്ചത്. പള്ളിക്കര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. K കുഞ്ഞിരാമൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അവരെല്ലാം സമൂഹത്തെ ഒറ്റപ്പെടുത്താതെ, അച്ഛനും അമ്മക്കും അതൊരു ഭാരമാകാതെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി, പ്രത്യേകിച്ച് വിദ്യയും നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ളവർക്കെല്ലാം പലതരത്തിലുള്ള ചികിത്സക്കും മറ്റ് പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും കൊടുക്കുന്നുണ്ടെങ്കിലും സ്കൂൾ പോകുന്ന കുട്ടികളെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും നന്നായി ശ്രമിച്ചാൽ മാത്രമേ അവർക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്താൻ കഴിയൂ. പള്ളിക്കര പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷയായി. SSC ജില്ലാ പ്രൊജക്ട് ഓഫീസർ K രവിവർമ്മൻ മുഖ്യപ്രഭാഷണം നടത്തി. M ശ്രീധരൻ മുഖ്യാതിഥിയായിരുന്നു. P സീമ ക്യാമ്പ് വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P ഇന്ദിര, PK അബ്ദുള്ള, K ശ്രീധരൻ, മോളിക്കുട്ടി ജോസഫ്, ശങ്കരൻ നമ്പൂതിരി, PK അബ്ദുള്ള, K ശശി, KV ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. സർഗപ്രതിഭകൾ മാറ്റുരച്ച കിനാനൂർ കരിന്തളത്തെ കാലിച്ചാമരത്ത് അരങ്ങേറിയ ചിലമ്പൊലി 2016 സമാപിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന ക്രിസ്മസ് സായന്തനം മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. DYFI കരിന്തളം മേഖലാ കമ്മിറ്റിയുടെയും ബാലസംഘം കരിന്തളം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് കാലിച്ചാമരത്ത് ചിലമ്പൊലി 2016 എന്ന പേരിൽ കലാമത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും നടന്നത്. പരിപാടിയുടെ ഭാഗമായി ക്രിസ്തുമസ് ദിനത്തിൽ നടന്ന ക്രിസ്മസ് സായന്തനം മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വളരെ സംഘടിതമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ശില്പശാല പോലെ, ഒരു കളരി പോലെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന കുട്ടികൾക്ക് സ്കൂളുകൾ, അത് ലോവർ പ്രൈമറി ആയാലും അപ്പർ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി തലങ്ങളിലെല്ലാം കലാകായികമായ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരം സ്കൂൾ തലത്തിലുണ്ട്, സബ് ജില്ലാ തലത്തിലുണ്ട്, ജില്ലാ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, ദേശീയ തലത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറെ കൂടി മുതിർന്നവർ, യുവാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കോളേജ് വിദ്യാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കോളേജ് തല കലോത്സവങ്ങളും കായിക മത്സരങ്ങളുമെല്ലാം ഉണ്ട് എന്നതുകൊണ്ട് അവർക്ക് മാറ്റിവെച്ചു നോക്കാനുള്ള അവസരം. സംഘാടക സമിതി ചെയർമാൻ പാറക്കോൽ രാജൻ അധ്യക്ഷത വഹിച്ചു. വിശുദ്ധ മദർ തെരേസ അനുസ്മരണവും ക്രിസ്മസ് കേക്ക് മുറിക്കലും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പതാൽ കേക്ക് മുറിച്ചു. KP നാരായണൻ, C സുരേശൻ, പ്രവീൺ പാടി, K ഭാസ്കരൻ, K മണി, VV വെള്ളൂങ്ങ എന്നിവർ സംസാരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി VK രാജൻ കമ്പവലി വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. K സതീശൻ സ്വാഗതവും C ലാലു നന്ദിയും പറഞ്ഞു. കണ്ണകി, സ്വരരാഗം, മഷിക്കൂട് എന്നീ 3 വേദികളിലായി കലാമത്സരങ്ങളും നടന്നു.
കോസ്മോസ് സെവൻസ് ഫുട്ബോൾ നടക്കുന്ന നീലേശ്വരം രാജാ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫിക്ക് ഉജ്ജ്വല സ്വീകരണം. പി കരുണാകരൻ എംപിയും എം രാജഗോപാലൻ എംഎൽഎയും സംബന്ധിച്ചു. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് സജ്ജമാക്കിയ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കോസ്മോസ് സെവൻസ് ഫുട്ബോളിന്റെ സംഘാടകരായ നീലേശ്വരം പള്ളിക്കര കോസ്മോസ് ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരം മുഹമ്മദ് റാഫിക്ക് സ്വീകരണമൊരുക്കിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മുഹമ്മദ് റാഫിയെ സ്റ്റേഡിയത്തിലേക്ക് ആനയിച്ചത്. സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ ഫുട്ബോൾ പ്രേമികൾ ഹർഷാരവത്തോടെയാണ് കേരളത്തിന്റെ കളിക്കാരനെ സ്വീകരിച്ചത്. പി കരുണാകരൻ എംപിയും എം രാജഗോപാലൻ എംഎൽഎയും സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു. പി കരുണാകരൻ എംപി ഉപഹാര സമർപ്പണം നടത്തി. ആദ്യകാല ഫുട്ബോൾ കളിക്കാരെ എം രാജഗോപാലൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മുഹമ്മദ് റാഫിക്കൊപ്പം എംപിയും എംഎൽഎയും കളിക്കാരുമായി പരിചയപ്പെട്ടു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഫൈനൽ വരെ കളിക്കാനായത് അഭിമാനാർഹമായ നേട്ടമാണെന്ന് മുഹമ്മദ് റാഫി പറഞ്ഞു. കോസ്മോസ് സെവൻസ് ഫുട്ബോൾ നടക്കുന്ന ഞാൻ ഗസ്റ്റായിട്ട് വന്നിരിക്കും. അവിടെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കുറേ കാലം മുന്നേ കളിച്ച ഗ്രൗണ്ടാണ് രാജാസ് സ്കൂൾ ഗ്രൗണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാടൊരു ക്രൗഡിനെ കാണാനും അതുപോലെ ഇങ്ങനെ ഒരു വേദി തന്ന കോസ്മോസ് പള്ളിക്കരയ്ക്ക് ആദ്യം എൻ്റെ പേര് നന്ദി പറഞ്ഞു. പിന്നെ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പൈസ സ്വരൂപിച്ച് അവരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കാം. അപ്പം ഇത് നല്ലൊരു സപ്പോർട്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ ടൂർണമെന്റിനോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനവും നടത്തുന്ന കോസ്മോസ് ക്ലബ്ബും അതിന്റെ പ്രവർത്തകരും അഭിനന്ദനമർഹിക്കുന്നുവെന്ന് പി കരുണാകരൻ എംപി പറഞ്ഞു. അവശരായ കായിക താരങ്ങളെ സഹായിക്കുക, മറ്റൊന്ന് ബഡ്സ് സ്കൂളിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഈ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നിങ്ങൾ ഓരോ ആൾക്കാരും ഈ ഗ്രൗണ്ടിലേക്ക് വരികയും അതുപോലെ തന്നെ കളി കാണുകയും ചെയ്തുകൊണ്ട് ഈ സമുദ്യമത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. EPF പെൻഷൻകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. PF പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. EPF പെൻഷൻകാർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കാൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെയും 2 രൂപയ്ക്ക് ലഭിക്കുന്ന റേഷനരി മുഴുവൻ പെൻഷൻകാർക്കും അനുവദിക്കുക, EPF പെൻഷൻകാരെ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 1952 ശേഷം നാളിതുവരെയുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളെയും ഈ റോഡ് ഫണ്ടിന്റെ പരിധിയിൽ ഇപ്പോഴും എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഭാഗമായി സ്ഥിരം തൊഴിലാളികളെല്ലാം അസ്ഥിരം തൊഴിലാളിയായി മാറി, കരാർ തൊഴിലാളിയായി മാറിയതിന്റെ ഭാഗമായി സ്ഥിരം തൊഴിലാളിക്ക് മാത്രമേ PF കൊടുക്കേണ്ടതുള്ളൂ എന്ന നിലപാടാണ് ഒന്നാം ഘട്ടത്തിൽ ഗവൺമെന്റ് എടുത്തത്. എന്നാൽ തുടർച്ചയായ സമരം നടത്തിയതിന്റെ ഭാഗമായി താൽക്കാലിക ജീവനക്കാരാണെങ്കിലും റോഡ് ഫണ്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ടാണ് കുറേയധികം തൊഴിലാളികൾ ആനുകൂല്യം ലഭിക്കാൻ ഇടയായി. P രാഘവൻ കുമ്പള അധ്യക്ഷത വഹിച്ചു. A നാരായണൻ, V സുരേന്ദ്രൻ, MK രവീന്ദ്രൻ, കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. V വാസു, ഗോപാലകൃഷ്ണ, പുഷ്പലത, അച്ചുപൂജാരി, ബാലകൃഷ്ണൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. തോയമ്മൽ പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കെട്ടിടോദ്ഘാടനം നടന്നു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തോയമ്മലിലെ പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കെട്ടിടം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തം പുതിയ തലമുറക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തുടങ്ങേണ്ട സാഹചര്യം അതിക്രമിച്ചു എന്ന ഒരു പക്ഷേ ഒരു കണ്ടെത്തലാകാം ഇത്തരത്തിലുള്ള ഒരു ഓഫീസിന്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്നതിലേക്ക് നമ്മുടെ നേതൃത്വത്തെ എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സാഹചര്യത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ സമൂഹത്തെ നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുവാൻ ഈ ഓഫീസിന്റെ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ക്ലബ് പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി എം അസിനാർ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. DV ബാലകൃഷ്ണൻ, BP പ്രദീപ് കുമാർ, വിനോദ് കുമാർ പള്ളയിൽ വീട്, പ്രവീൺ തോയമൽ, വിനോദ് തോയമൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മീറ്റിൽ ഇരട്ട സ്വർണം നേടിയ ആതിരയെ ചടങ്ങിൽ അനുമോദിച്ചു. കനിവ് കൊളവയൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹദൌത്യം പരിപാടി ഡിസംബർ 30 കൊളവയൽ വെച്ച് നടക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കനിവ് കൊളവയൽ കൂട്ടായ്മയുടെ സ്നേഹദൌത്യം പരിപാടി ഡിസംബർ 30 കൊളവയൽ മർഹൂം പാലക്കി കുഞ്ഞാമദ് നഗറിലാണ് നടക്കുന്നത്. സ്നേഹദൌത്യം പരിപാടി അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് സുറൂർ മൊയ്തു ഹാജി അധ്യക്ഷനാവും. പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം ഡോക്ടർ VP ഗംഗാധരൻ നിർവഹിക്കും. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ബ്രോഷർ ഏറ്റുവാങ്ങും. നാട്ടിൽ വന്നിട്ട് ഒരു ആസ്പ്രോ ഗുളിക പോലും വാങ്ങാൻ കഴിവില്ലാത്ത ഇത്തരം ആളുകൾ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുമ്പോഴാണ് അവരുടെ മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നത്. വലിയൊരു തുക മുടക്കി നാട്ടിലൊരു ബിസിനസ് തുടങ്ങാൻ അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അതേസമയത്ത് എല്ലാവരും കൂടിയാൽ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു വലിയൊരു പദ്ധതി, വലിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും എന്ന അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പാഠം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്വപ്ന പദ്ധതി അത് എത്രമാത്രം വിജയിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് അത് വിജയിക്കുമെന്നുള്ള ഉറപ്പോടു കൂടി തന്നെയാണ് ഞങ്ങൾ അതിലേക്ക് കാലെടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഡോക്ടർമാർ പരിപാടിയിൽ സംബന്ധിക്കും. ക്യാൻസറിനെതിരെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. ഡോക്ടർ VP ഗംഗാധരൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സുറൂർ മൊയ്തു ഹാജി, ജനറൽ സെക്രട്ടറി PH അയൂബ്, K മൊയ്തു ഹാജി, K മുഹമ്മദ്, പാലക്കി അബ്ദുൾ റഹ്മാൻ, KV അബ്ദുള്ള ഹാജി, P അബ്ദുള്ള, കോവൽ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. അതിയാമ്പൂർ പ്രദേശത്ത് പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ തുണിസഞ്ചികൾ പ്രചരിപ്പിക്കും. അതിയാമ്പൂർ കാലിക്കടവ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ക്ലബ് പരിധിയിലെ മുഴുവൻ വീടുകളിലും തുണിസഞ്ചി വിതരണം ചെയ്യാൻ അതിയാമ്പൂർ കാലിക്കടവ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലൂടെ തീരുമാനമായി. MK വിനോദ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ക്ലബ് ആയാലും അതുപോലെ ഏത് ആർട്സ് ആൻഡ് സയൻസ് ക്ലബ്ബുകളായാലും അതിന്റെ സംഘാടനം, അതിലുണ്ടാകുന്ന നല്ല ചർച്ചകളും തീർച്ചയായും നമ്മുടെ സമൂഹ നന്മക്ക് ഏറെ ഗുണം ചെയ്യും. ഫ്രണ്ട്സ് ക്ലബ്ബ് എന്നും അതിന്റെ വാർഷിക പരിപാടികളും ഒരുപാട് നല്ല നല്ല പരിപാടികൾ നടത്താറുണ്ട്. എനിക്ക് ഇനി ഭാവിയിൽ നിങ്ങൾ എന്ത് പരിപാടിയും എന്നാ ചെയ്യുന്ന യുവാനുമായാലും ഞാനായാലും നമ്മൾ ഉൾക്കൊള്ളുന്ന സംഘടനകളായാലും തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ടാവും. രതീഷ് കാലിക്കടവ് അധ്യക്ഷനായി. സീനിയർ മിസ്റ്റർ കാസർഗോഡ് അനിൽകുമാറിനെയും ജൂനിയർ മിസ്റ്റർ കാസർഗോഡ് K വിവേകിനെയും ചടങ്ങിൽ ആദരിച്ചു. AK ലക്ഷ്മണൻ, സുനിൽകുമാർ, VV രഘു, P മുരളി തുടങ്ങിയവർ സംസാരിച്ചു. കൊഴക്കുണ്ട് അയ്യപ്പ ഭജന മന്ദിരത്തിലെ മണ്ഡലപൂജാ മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മണ്ഡലപൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി ഭജനയും നടന്നു. കൊഴക്കുണ്ട് അയ്യപ്പ ഭജന മഠത്തിലെ മണ്ഡലപൂജാ മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി മണ്ഡലപൂജ നടന്നു. തുടർന്ന് ഭജനയും നടന്നു. നിരവധി ആളുകൾ മഹോത്സവം ദർശിക്കാനായി എത്തി. അന്നദാനവും നടന്നു. വെള്ളിക്കുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കറൻസി രഹിത ഇടപാടുകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും പ്രായോഗിക പരിശീലനവും സംഘടിപ്പിക്കും. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അംബുജാക്ഷൻ ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമന സ്തംഭനം, സർക്കാരിനെതിരെ സമരവുമായി AIYF പ്രവർത്തകർ PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് ഉത്തരമില്ലാതാകുമ്പോൾ മനുഷ്യൻ മിത്തുകൾ തേടിപ്പോകുന്നുവെന്ന് കഥാകൃത്ത് N പ്രഭാകരൻ. കൈരളി പുസ്തകമേളയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കം. അംബികാസുധൻ മാങ്ങാടിന്റെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് മുള്ളേരിയ ശാഖയിൽ കവർച്ചാശ്രമം. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള സഹവാസ ക്യാമ്പ് നിറച്ചാർത്തിന് പള്ളിക്കര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ തുടക്കം. നാട്ടുതനിമയും സംസ്കൃതിയും അരങ്ങിലെത്തി. കാലിച്ചാമരത്ത് അരങ്ങേറിയ ചിലമ്പൊലി 2016 ശ്രദ്ധേയമായി. കാൽപന്തുരുട്ടിയ മൈതാനത്തിൽ വീണ്ടും മുഹമ്മദ് റാഫി എത്തി. കോസ്മോസ് 7 ഫുട്ബോൾ നടക്കുന്ന നീലേശ്വരം രാജാ സ്റ്റേഡിയത്തിൽ ഉജ്ജ്വല വരവേൽപ്പ്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.